https://www.wikipedia.org എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്കാണ് ലിങ്ക് പോകുന്നത്. എന്നിട്ട് കുറച്ചും കൂടെ ടെക്സ്റ്റ് അവിടെ എഴുതിയിട്ട് ബോഡി ടാഗ് ക്ലോസ് ചെയ്ത് HTML ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഗ്രാഫിക്കൽ ലിങ്കുകളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് ആണ് ക്രിയേറ്റിംഗ് ഇമെയിൽ ലിങ്കിങ്. ഇമെയിലിലേക്ക് ലിങ്ക് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഒരു ടെക്സ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് നേരെ നമ്മൾ കൊടുക്കുന്ന റെഫറൻസിലുള്ള ഇമെയിലിലേക്ക് പോകണം. അപ്പോൾ ഇമെയിൽ ഓപ്പൺ ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് Mail2 എന്ന് പറയുന്നൊരു പ്രോട്ടോകോളാണ്. വി ക്യാൻ ക്രിയേറ്റ് ആൻ ഇമെയിൽ ഹൈപ്പർ ലിങ്ക് ടു എ വെബ് പേജ് യൂസിങ് ദ ഹൈപ്പർ ലിങ്ക് പ്രോട്ടോകോൾ Mail2. അതായത് നമുക്ക് പ്രോഗ്രാം നോക്കുമ്പോൾ മനസ്സിലാവും. ഫിഗറിൽ നോക്കുക 5.11, അതിൽ ഒരു ഹെഡിങ്ങും കുറച്ച് ടെക്സ്റ്റുകളും അതിൽ SERT എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ലിങ്കായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നോക്കാം. അതിൽ ബോഡി ടാഗ് അതിൽ BG കളർ കൊടുത്തിട്ടുണ്ട്. H2 അലൈൻ സെൻറ്റർ ആക്കിയിട്ട് ഇമെയിൽ ലിങ്കിങ് എന്ന് പറയുന്ന ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ടെക്സ്റ്റ് കൊടുത്തിരിക്കുകയാണ്. അതിൽ ഇമെയിൽ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നതൊന്ന് ബോൾഡ് ചെയ്തും ഇറ്റാലിക്സിലും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ടു SERT ഇൻ ദ ഫോളോയിങ് വേ കൈൻഡ്ലി ക്ലിക്ക് ഓൺ ദ വേർഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് SERT എന്ന് പറയുന്ന ലിങ്ക് ക്രിയേറ്റ് ചെയ്യണം. അത് മെയിൽ ലിങ്ക് ആയിട്ടാണ്, ഇമെയിൽ ലിങ്കിങ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യണത്. അപ്പോൾ എ ടാഗ് ഓപ്പൺ ചെയ്തു. HREFൽ ഇമെയിലാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ Mail2 എന്ന് പറയുന്ന പ്രോട്ടോകോൾ യൂസ് ചെയ്യണം. HREF = Mail2: എന്ന് പറഞ്ഞിട്ട് ഡബിൾ കോട്ട്സിൽ ഇമെയിൽ എന്താണോ അത് കൊടുക്കുക. എന്നിട്ട് ടെക്സ്റ്റ് എന്താണോ ലിങ്കായിട്ട് കാണിക്കേണ്ടത് SERT എഴുതി എ ടാഗ് ക്ലോസ് ചെയ്തു. അപ്പോൾ എന്താ ഉണ്ടാവുക, മെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മെസ്സേജ് ബോക്സ്, അതായത് ഇമെയിലിൻ്റെ മെസ്സേജ് ബോക്സിലേക്കാണ് പോവുക. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇൻസേർട്ടിങ് മ്യൂസിക് ആൻഡ് വീഡിയോ. അതായത് ഇപ്പോൾ വെബ് പേജിൽ നമുക്ക് മ്യൂസിക്കും അതുപോലെ തന്നെ വീഡിയോ ഇതൊക്കെ എംബഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ നമ്മുടെ ഡോക്യുമെൻ്റ് വെബ് പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മ്യൂസിക് പ്ലേ ആവണോ അല്ലെങ്കിൽ വീഡിയോ പ്ലേ ആവണോ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് എംബഡ് ടാഗ്. ദ ഈസിയസ്റ്റ് വേ ടു ആഡ് മ്യൂസിക് ഓർ വീഡിയോ ടു ദ വെബ് പേജ് ഈസ് വിത്ത് എ സ്പെഷ്യൽ HTML ടാഗ് കോൾഡ് എംബഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇനി ചില ബ്രൗസറുകളിൽ എംബഡ് ടാഗ് യൂസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന കണ്ടൻറ്റ് സപ്പോർട്ട് ചെയ്തില്ല എന്ന് വരും. എംബഡ് ടാഗ് സപ്പോർട്ട് ചെയ്തില്ല എന്ന് വരും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് നോ എംബഡ്. ഇപ്പോൾ ഒരു പ്രോഗ്രാമിൽ നമ്മൾ എംബഡും നോ എംബഡും യൂസ് ചെയ്തിട്ട് കണ്ടൻറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് വയ്ക്കാം. എംബഡ് യൂസ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റ് ആയിരിക്കും വരിക. ഇൻ കേസ് എംബഡ് സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നോ എംബഡിലുള്ള കണ്ടൻറ്റ് ആയിരിക്കും വെബ് പേജിൽ കാണിക്കുക. അപ്പോൾ എംബഡും